ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കൊച്ചടുക്കളയിൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു ലഞ്ച് ഉണ്ടാക്കാൻ പോകണു. ഞാൻ ഇവിടെ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഒരു നാടൻ ലഞ്ച് തന്നെയാണ്. പക്ഷേ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരുപാട് കറികളൊന്നും പ്ലാനിലില്ല. കുറച്ച് മാമ്പഴം കിട്ടി. മാമ്പഴം പുളിശ്ശേരി മാങ്ങയല്ല കേട്ടോ, സാധാരണ ഇപ്പോൾ പലതരം മാങ്ങയുണ്ടല്ലോ. എന്തായാലും കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു പുളിശ്ശേരി മാമ്പഴം വാങ്ങി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല ഇതുവരെ. ഇനി നടക്കാൻ സമയമുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ എന്തായാലും കിട്ടിയ മാങ്ങ വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. പക്ഷേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു അരിഞ്ഞു തുടങ്ങി. പാവയ്ക്ക കൊണ്ടാട്ടം പോലെ പാവയ്ക്ക വറുത്തത്, കൊണ്ടാട്ടമല്ല, ഫ്രൈ, ഉണക്കി വെച്ചതല്ല, അല്ലാണ്ട് ഒന്ന് പാവയ്ക്ക ഫ്രൈ ചെയ്യാം സൈഡായിട്ട്. അണ്ടിപ്പരിപ്പും മുരിങ്ങയ്ക്കയും കൂടി ഒരു മുളക് കറി ഉണ്ടാക്കാം. മതി, 3 കാര്യങ്ങൾ. ഓക്കെ, ധാരാളം മതി. മാമ്പഴം ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറുതും 3 മീഡിയം, ഒരു വലുത്, എല്ലാം കൂടി ഒരു 5 മാമ്പഴം എടുത്തിട്ടുണ്ട്. അതാദ്യം വേവിക്കാൻ വയ്ക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയിടാനാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ സത്തിറങ്ങുന്ന രീതിയിൽ. ഓക്കെ, സ്ഥലമില്ല, 4 എണ്ണം മതി, വലിപ്പം കൂടുതലാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇടാൻ പോകുന്നു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. 1.5 കപ്പ് വെള്ളമുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. മാമ്പഴം വെന്ത് തുടങ്ങി. മാമ്പഴം ഏതാണ്ട് പകുതി വെന്ത് തുടങ്ങി ഓൾമോസ്റ്റ്. ഇനി ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർക്കുന്നു. മാമ്പഴത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ശർക്കരയുടെ അളവ് കുറയ്ക്കാം. ഇത് അത്രയും മധുരമില്ല, കുറച്ചൊരു പുളിയുള്ള മാമ്പഴമായിരുന്നു. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇപ്പോൾ തൽക്കാലം ഞാൻ ചേർക്കുന്നു. ഇതും കൂടി ഈ വെള്ളത്തിലേക്ക് മിക്സ് ആയിക്കോളും. എല്ലാം കൂടി കിടന്ന് വെന്ത് റെഡിയായി വരും. വെന്ത് കുറുകി ഏകദേശം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. അങ്ങനെ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്. അതായത് ജാഗറി പൗഡർ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങാൻ കിട്ടും. അത് നല്ല ഒട്ടും തന്നെ അഴുക്കില്ലാണ്ട് നല്ല ബ്രാൻഡുകളിൽ വരുന്നുണ്ട്. അതായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഉരുക്കി ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു ചെറിയൊരു ഉണ്ട ശർക്കര എടുക്കുക, അതൊന്ന് പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിട്ട് ചേർക്കാം. കട്ടിക്ക് ഉരുക്കി ചേർക്കണം, അതായാലും മതി. ഇതങ്ങനെയല്ല. ഇത് പിന്നെ മുളക് പൊടിയൊക്കെ ഇച്ചിരി ഞാൻ കുറച്ച് കയറ്റിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയും ഉണ്ടല്ലോ 1/2 ടീസ്പൂൺ. അപ്പോൾ എന്തായാലും എരിവും ഉണ്ടാകും, മധുരവും ഉണ്ടാകും, പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ മാമ്പഴമൊക്കെ ഏതാണ്ട് വെന്ത് വറ്റാറായി വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചത് വേണം. അപ്പോൾ കുറച്ച് തേങ്ങയും ജീരകവും കൂടി അരച്ച് വയ്ക്കും. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് തേങ്ങ. ഈ ഒരു സ്റ്റേജിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്താലും ഓക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി നെയ്യ് ചേർക്കാൻ പോകുന്നു. ഒരു വലിയ സ്പൂൺ നെയ്യ്, ടീസ്പൂണാണ്, ടീസ്പൂൺ ഇച്ചിരി നിറച്ചെടുത്തു. ഹിപ്ഡ് ടീസ്പൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ. ഈ ഒരു സ്റ്റേജ് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഏകദേശം. ആവശ്യത്തിന് എരിവും മധുരവും ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. മാമ്പഴം അത്ര സ്വീറ്റ് അല്ലായിരുന്നു, കുറച്ച് മധുരവും ചെറിയൊരു പുളിയുള്ള മാമ്പഴമായിരുന്നു. ഇനി ഞാൻ ഇപ്പോൾ തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. പോലെ തേങ്ങയും ജീരകം, ഇത് 1/2 കപ്പ് തേങ്ങയുണ്ട്. അതിനോടൊപ്പം ജീരകം 1/2 ടീസ്പൂൺ, ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം. മാമ്പഴ പുളിശ്ശേരി തന്നെ പല രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ പോയാൽ അവിടെ വേറെ രീതിയാണ്. നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. നമ്മളിതിന് മുന്നേ മാമ്പഴ പുളിശ്ശേരി കാണിച്ചിട്ടുണ്ട്, അത് കുറച്ചുകൂടെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറാനായിട്ട് ചെറിയ തീയിലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. തിളയ്ക്കണ്ട, ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. എൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇതൊരു ഡാർക്ക് കളർ പോലെയല്ലേ ഇരിക്കുന്നത്, ഇത് മാറും. കുറച്ച് തൈരും കൂടി അവസാനം ഒഴിക്കണം. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരല്പം ഒന്ന് തണുത്തിട്ട് തൈര് ഉടച്ചതും കൂടി ചേർക്കാം. ആഹാ, ഇങ്ങനെ കഴിക്കുന്നതിന് എന്താ ടേസ്റ്റ്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ അടുപ്പ് മാറ്റി വെച്ചു. അപ്പോൾ ഇതൊരു ചൂടായി ഇങ്ങനെ തള വരുന്നതിന് മുന്നേ മാറ്റിയിട്ടുണ്ട്. നല്ല ആവിയെല്ലാം കയറി സെറ്റാണ്. ഇതൊന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അല്പം ഒന്ന് കൂളായിട്ട് നമുക്ക് തൈര് ഒഴിക്കാം, എന്നിട്ട് താളിക്കാം. പിന്നെ നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി 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 തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ലൂസാക്കണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം നമ്മൾ തൈരിനെ കുറച്ചുകൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ചേർത്താലും മതി. ഏകദേശം 1 കപ്പോളം, 3/4 കപ്പ് തൈരെന്ന് പറയാം, 3/4 മുതൽ 1 കപ്പ് തൈര് വരെ ചേർക്കാം. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി, ആവശ്യാനുസരണം. ആഹാ, കാണുമ്പത്തിൻ്റെ അറിയില്ല എന്താ ടേസ്റ്റ്. ആ മാമ്പഴമൊക്കെ വെന്തിട്ട് അതിൻ്റെ സത്തും കുറച്ച് മാംസമൊക്കെ ആ ഒരു ചാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് താളിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് താളിച്ചൊഴിക്കാൻ പോകണു. അത് ആവശ്യത്തിന് തണുത്തിരിക്കുന്നു, നോക്കിക്കോളൂ. തൈരൊക്കെ ചേർത്തല്ലോ. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും താളിക്കാം, നെയ്യിൽ വേണമെങ്കിലും താളിക്കാം. ഇതിപ്പോൾ എന്തായാലും നെയ്യൊക്കെ ചേർത്ത് വരട്ടിയിട്ടല്ലേ ചെയ്തത്, അപ്പോൾ നെയ്യിൽ തന്നെ താളിച്ചെടുക്കാം, സ്വാദ് ഇരട്ടിയാകും. കുറച്ച് നെയ്യ് ചൂടാക്കുന്നു. ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ആകാം. അപ്പോൾ നെയ്യ് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവ. തീ ഓഫ് ചെയ്തു. വറ്റൽ മുളക് 3-4 കറിവേപ്പില. എന്താ പണം. മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലായിട്ട് ഒഴിച്ചു. അങ്ങനെ അടിപൊളി, രക്ഷയില്ലാത്ത മണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനിയെല്ലാം ഉള്ളിലേക്ക് പോകട്ടെ. ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി റെഡി. എന്താ ടേസ്റ്റ് അറിയോ, കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. ഗംഭീരമാണ്. ഇച്ചിരി തിക്കായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പാവയ്ക്ക 2 വലിയ പാവയ്ക്ക ഉണ്ടായിരുന്നു, അത് അരിഞ്ഞു വട്ടത്തിന്, കനം കുറച്ച്. ഇനി ഇതിൽ ഇച്ചിരി ഉപ്പ് പുരട്ടി കുറച്ച് നേരം തിരുമ്മി വയ്ക്കാം. അതിൻ്റെ ഒരു കയ്പ്പ് രസം ഇറങ്ങാനാണ് ഈ പരിപാടി. കുറച്ച് കഴിയുമ്പോൾ ഇത് ഈർപ്പം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ആ സമയമാകുമ്പോൾ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. പാവയ്ക്ക നോക്കിയാൽ വാടിയതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകാം. അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായി പോവില്ലേ, ഒന്ന് കഴുകിയെടുക്കാം പിഴിഞ്ഞ് കളഞ്ഞിട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പിഴിഞ്ഞ് കളയാന്ന് പറയുമ്പോൾ അതിൻ്റെ സത്തങ്ങ് പോവുകയാണ്, അതിൻ്റെ ഗുണമുള്ള ഭാഗം പോയി. അത് അല്ലാതെയും ചെയ്യാം കേട്ടോ, പിഴിഞ്ഞ് മാറ്റാണ്ട് ഡയറക്റ്റായിട്ട് കഴുകി എടുത്തിട്ട് പാവയ്ക്ക അരിഞ്ഞിട്ട് കുറച്ച് ഒരു ബാറ്റർ ഉണ്ടാക്കി നമ്മളെല്ലാം കൂടി ചേർന്നിട്ട് വറുത്തെടുക്കുകയാണ്, ഡീപ് ഫ്രൈ. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മൈദാമാവും 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കാം. ഇച്ചിരി ഉപ്പ്, ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും, ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും കൂടി ചേർക്കാം. അപ്പോൾ മാവ് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം. തിക്ക് ബാറ്ററിൻ്റെ മുക്കി വറുക്കില്ലേ നമ്മളതുപോലെ ഇങ്ങനെ ആക്കാം. ഇനി എണ്ണ ചൂടാക്കാൻ വയ്ക്കാം, പാവയ്ക്ക വറുത്ത് കോരാനായിട്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, കുറേശ്ശായിട്ട് വറുക്കാം. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി. ഇനി പാവയ്ക്കയുടെ പീസസ് നമുക്കിങ്ങനെ ബാറ്ററിൽ മുങ്ങി കിടക്കുന്നു, ബാറ്ററോട് കൂടി ഇടാം. ബാറ്ററിൽ മുങ്ങി കിടക്കുന്ന പോലെയാണ് പാവയ്ക്ക ഇരിക്കുന്നത്. ഇത് നോക്കി ആ ബാറ്ററും കൂടെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
നോക്കിക്കോളൂ. പാവയ്ക്ക കറക്റ്റ് പാകത്തിന്. ഇത് കണ്ടു കഴിഞ്ഞാൽ പാവയ്ക്കുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല. നല്ലൊരു കവറേജോടുകൂടി കിട്ടിയിട്ടുണ്ട്. നല്ല കരികരിപ്പായിട്ട് കിട്ടും. ആഹാ, അത് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. ശബ്ദം കേട്ടല്ലോ, നല്ല ചിപ്സ് പോലെ. ബാക്കിയിരിക്കുന്നത് അതുപോലെ വറുത്തെടുക്കാം. നല്ല കരുകരുപ്പ്, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നല്ല കരുകരുപ്പായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഗംഭീരമായിരിക്കും. അങ്ങനെ പാവയ്ക്ക വറുത്തത് റെഡി. അത്യാവശ്യം സ്പൈസി ആണല്ലോ, നമ്മൾ മുളക് പൊടിയൊക്കെ ധാരാളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടോട്ടലായിട്ട് ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു. ഒരു മിക്സിങ് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഒരു മിക്സിങ്ങിന് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മൈദ ആൻഡ് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചെയ്ത്. അപ്പോൾ ടോട്ടൽ ഒരു 2.5 ടേബിൾ സ്പൂൺ എന്ന് പറയാം. എന്നിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ ആക്കിയെടുത്തത്. ഇനി ഒരു കറി കൂടി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് നമ്മൾ പച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ പച്ച അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടു. അപ്പോൾ പച്ച അണ്ടിപ്പരിപ്പിൻ്റെ ഏകദേശം പതിപ്പ് കിട്ടും, സോഫ്റ്റ് ആകും. പിന്നെ ഒരു 2 മുരിങ്ങയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 കോവയ്ക്ക അതും നീളത്തിൽ അരിഞ്ഞ് വെച്ചു. ഇതാണ് പ്രധാന പച്ചക്കറി. ഓക്കെ, അതൊരു മുളകിട്ട കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവ. ഫസ്റ്റ് കളർ മാറി തുടങ്ങി ഉലുവയുടെ കറിവേപ്പില. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ഇഞ്ചി അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിലായിരുന്നു. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെച്ച ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയാം. പച്ചമുളക് 2 എണ്ണം. എനിക്കൊരു 6 കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത്. ഇത് വലിയ കൊച്ചുള്ളിയായിരുന്നു, അതാണ് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുന്നത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മുക്കട്ടെ. കളറെല്ലാം മാറി തുടങ്ങി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നല്ല ചൂടായി കിടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പച്ച ചുവയൊക്കെ മാറി മൂത്ത് കിട്ടും. പൊടികൾ കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നു. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നമുക്ക് ഇനി എപ്പോഴും വേണമെങ്കിലും ചേർക്കാമല്ലോ, എന്നാലും ആദ്യം കുറച്ച് ഉപ്പ്. ഇനി തിളയ്ക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ചേർക്കാം. അതായത് ഒരു അല്പം പുളിവെള്ളം. പുളി എന്ന് പറയുമ്പോൾ വാളൻ പുളിയുടെ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞതാണ്. അതും കൂടി ചേർക്കുന്നു. ഇതെല്ലാം ഇപ്പം എല്ലാം സമം റെഡി ആയിട്ടിരിക്കുവാണ്. തള വരട്ടെ. അരപ്പ് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് കോവയ്ക്കയുടെ പീസസും ഒരു 6 കോവയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോന്നും നീളത്തിലായിരുന്നു. മുരിങ്ങയ്ക്കയുടെ പീസും നമ്മുടെ അണ്ടിപ്പരിപ്പ് കുതിർത്തതും ചേർക്കും. ഇതിപ്പോൾ ഞാനൊരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തു. അത്ര വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 25 ഗ്രാം മുതൽ 50 ഗ്രാം ആയാലും മതി. ഇതിപ്പോൾ നിറച്ച് കിട്ടും. പച്ച അണ്ടിപ്പരിപ്പാണെങ്കിൽ ഉള്ള സമയത്താണെങ്കിൽ അതിനും ഇത് ഉപയോഗിക്കാം. അതിനെ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യും. ഇനി എല്ലാം കൂടി കിടന്ന് തിളച്ച് വെന്ത് ഒന്ന് കുറുകി വരണം. ഉപ്പൊക്കെ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. ഇനി എന്തെങ്കിലും വേണോ കുറവോ കൂടുതലൊക്കെ നമുക്ക് വേണമെങ്കിൽ അവസാനം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ കറി ഏകദേശമൊക്കെ വറ്റി കുറുകി എന്ന് പറയാം. ഒരുപാടൊന്നും വറ്റണ്ട, കുറുകി
കുറുകി എണ്ണയൊക്കെ തെളിയുന്നൊരു പാകം. അപ്പോൾ ചെറിയ തീയിലാണ്, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ആക്കി. പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നു, ഒരു ടീസ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും മതി. കഴിഞ്ഞു. അങ്ങനെ കോവയ്ക്ക, മുരിങ്ങയ്ക്ക, അണ്ടിപ്പരിപ്പ്, മുളക് കറി റെഡിയായി കഴിഞ്ഞു. ഇത് മണം അറിയാം, ഇവിടെ നിൽക്കാൻ വയ്യ, അത്ര നല്ല മണം. എന്താ ടേസ്റ്റ്. ഇതൊരു മുളക് കറിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു തീയൽ പോലെയൊക്കെ തോന്നും, പക്ഷേ തീയലല്ല. കാര്യം നമ്മൾ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ വറുത്തരച്ചൊന്നുമല്ല. ഇത് വേറൊരു ലെവലാണ്, എക്സലൻ്റാണ്, ടേസ്റ്റി. അപ്പോൾ നല്ല മാമ്പഴ പുളിശ്ശേരി നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കുറുകുറാന്ന്. ഇത് സൈഡിൽ വെച്ച് കഴിക്കാം. ഓക്കെ, അണ്ടിപ്പരിപ്പും കോവയ്ക്ക, അണ്ടിപ്പരിപ്പ്, മുരിങ്ങയ്ക്ക, മുളക് കറി. പിന്നെന്താ വേണ്ടത്? വേറൊന്നും വേണ്ട. അതിൻ്റെ കൂടെ കുറച്ച് പാവയ്ക്ക വറുത്തത് ധാരാളം മതി. അപ്പോൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡൈനിങ് റൂമിലിരുന്നിട്ട് കഴിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ടൈപ്പ് ചോറുണ്ട്. അനുകുട്ടിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്, വൈറ്റ്. അതുകൊണ്ട് ഇത് സോനാ മസൂരി റൈസാണ്, വൈറ്റ് റൈസ്. അല്ലെങ്കിൽ പൊന്നിയരി, രണ്ടാണെങ്കിലും ഓക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ചമ്പാവരി ചോറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. വാവ്, രക്ഷയുമില്ല, നല്ല കട്ടിക്ക് തിക്കായിട്ടിരിക്കുന്നുണ്ട്. വാവ്. പിന്നെന്താ, പിന്നെ പാവയ്ക്ക വറുത്തത്. കരിപ്പ് ഇതുവരെയും പോയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് നോക്കിക്കോളൂ, ഇത് നമ്മുടെ മുളകിട്ട് അണ്ടിപ്പരിപ്പ്, കോവയ്ക്ക, മുരിങ്ങയ്ക്ക, മുളകിട്ട കറി. എല്ലാം പെർഫെക്റ്റ്ലിയിട്ടാണ്, എല്ലാം കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഭക്ഷണം വിളമ്പട്ടെ. കുറച്ച് ഞാൻ കഴിക്കാൻ പോവാണ്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു ചേഞ്ചിന് നമുക്ക് വൈറ്റ് റൈസ് ആയാലോ. എനിക്ക് കൂടുതലിഷ്ടം ചമ്പാവരിയാണ്, എങ്കിലും ഇപ്രാവശ്യം വൈറ്റ് റൈസ്. സോനാ മസൂരി നല്ല റൈസാണ്. കോവയ്ക്കയും അണ്ടിപ്പരിപ്പും പാവയ്ക്ക വറുത്തത്. ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് കറിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഉള്ള കറി ഗംഭീരമായിട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. കാര്യം മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഇതൊരെണ്ണം മതി, ധാരാളം. ഓക്കെ, യെസ്. കൂടുവോളെത്തി. ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചപ്പോൾ വരുന്നു. ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. കിച്ചൻ്റെ ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് കൈകാലിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാലേ മുന്നേ നമുക്ക് മാമ്പഴ പുളിശ്ശേരി കഴിച്ചാലോ. ഓക്കെ, കിടിലം. ഓക്കെ, തുടങ്ങാം. യെസ്, കുടുവിനും കൂടെ തരാമേ മുന്നേ. ഓഹോ, എന്ത് ടേസ്റ്റ് അറിയോ. കുടുക്കുട്ടിക്കും തരും. യെസ്, മോനാദ്യം തരാം. കഴിക്കാനല്ല വന്നതെന്ന് തോന്നുന്നു, അല്ലേ? അമ്മാമ്മയെ കാണാൻ വന്നാണ്. ഓക്കെ, എന്നാൽ അമ്മാമ്മ കഴിക്കുന്നു. നോക്കൂ മോനെ. യോ യമ്മി കൂടി കഴിച്ചാലും വേണ്ട. ഓക്കെ, മാമ്പഴ പുളിശ്ശേരി. ആഹാ, എക്സലൻറ്റ് മാമ്പഴ പുളിശ്ശേരി. പുടു മിസ് ചെയ്തു. പുടു പപ്പടം കഴിച്ചോണ്ട് പാവയ്ക്ക ഫ്രൈ, നല്ല കോമ്പിനേഷൻ. എങ്ങനെ കഴിക്കുന്നത് അറിയാം, മാമ്പഴം ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ വറുത്ത പാവയ്ക്ക കൂട്ടി. വാവ്, ഒരു അതെ, നമ്മുടെ സ്പൈസി മുളക് കറി. കൂടുതൽ അണ്ടിപ്പരിപ്പാണ് കേട്ടോ. എക്സലൻ്റ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. എക്സലൻ്റ് കുറച്ച് കഴിക്കുന്നു. പുഴുവിന് വേണ്ട, പുഴുവിന് പപ്പടം. ടേസ്റ്റി, യമ്മി. ഇഷ്ടമായില്ല പിന്നെ ലൈക്ക് നല്ല മധുരമുള്ള
യമ്മി യമ്മി നോക്കുവനെ. അപ്പോൾ എന്തായാലും ഇത് ഭക്ഷണം കഴിച്ച് തീർക്കട്ടെ. പൊടുമോളും കൂടെ വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും ഉച്ച കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്ത് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ആ വിശേഷങ്ങളും കൂടി പങ്കുവയ്ക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഈ ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അയ്യോ പോയോ താഴേക്ക്? കുഴപ്പമില്ല കേട്ടോ. തുറന്നു കാണിക്കുന്നു. മോളിങ്ങനെയാണോ കഴിക്കുന്നത് എപ്പോഴും? നല്ലൊരു ലഞ്ചെല്ലാം കഴിഞ്ഞിറങ്ങുന്നു, റെഡിയായി. ഇനി ഒരു ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കടയിലേക്കാണ് പോകുന്നത്. ആ കട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. പല 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 സ്ഥലത്തു നിന്നുള്ള അവരുടെ തനതായ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ആറന്മുള കണ്ണാടി എന്ന് പറയില്ലേ, അതുപോലെ ഓരോ സ്റ്റേറ്റിലെയും പല പല ഭാഗങ്ങളിലെ സ്പെഷ്യാലിറ്റീസ് ഉള്ള കട. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കടയാണ് ആക്ച്വലി പറഞ്ഞാൽ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോ പഠിപ്പിച്ച ഒരു അഡ്വക്കേറ്റാണ് എൻ്റെ ഒരു ഓണർ. പാർട്ട്നേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെല്ലാം വഴുതക്കാടാണ്, അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം പോകണം നോക്കാം. ട്രഡീഷണൽ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് ഇവിടെ. അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൻ്റെയും പല റീജൻസിൽ നിന്നുള്ള അവരുടെ ട്രഡീഷണൽ കാര്യങ്ങളുണ്ടാവും. മേടിക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. യെസ്, ഹലോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ? അതായത് ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റേറ്റിലെയും അവരുടെ GI പ്രൊഡക്ട്സ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള പ്രോഡക്ട്സ്. ഗവൺമെന്റിന്റെ ആ ഒരു സ്റ്റാമ്പാണ് അല്ലേ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വെച്ചിട്ടുള്ള. സെൻട്രൽ ഗവൺമെന്റ് IPR വരുന്നു. അത് ശരി. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ സ്റ്റേറ്റിലെയും ഉണ്ടല്ലേ സ്പെഷ്യാലിറ്റീസ്. കർണാടകയിൽ നിന്ന് എന്തൊക്കെയാണ്? ബിദ്രി വെയർ എന്ന് പറയും. ബിദ്രി വെയർ കർണാടകയുടെ ഒരു GI പ്രൊഡക്റ്റ് ആണ്. ഇതെന്താ? സിൽവർ ഇൻലയാണ്. സിൽവർ ആണല്ലേ? ഓക്കെ. സിൽവറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇതിൽ വന്നിരിക്കുന്ന ഇതൊക്കെ സ്റ്റോൺ ആണ്, ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റോണിൽ. ഓ അത് ശരി. മനസ്സിലായി. ഇതാണ് നമ്മുടെ ചെന്നപട്ടണം അല്ലേ? അയ്യോ ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ അവിടെ പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര രസമാണ് അവരുടെ വുഡൻ ടോയ്സ്. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പറ്റിയ കുറേ ടൈപ്പ് ടോയ്സൊക്കെ ഉണ്ട്. ഇത് മധ്യപ്രദേശിന്റെ ഇൻഡോർ ലെതർ ടോയ്സ് ആണ്. ഇൻഡോർ ടോയ്സ്. ഇതെന്താ ഇൻഡോർ? അത് ലെതർ ആണ്. ഇൻഡോറിലെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് മധ്യപ്രദേശ്. അത് ലെതറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ? ഈ ഓ അത് ശരി. അപ്പോൾ അതിനകത്ത് മെറ്റീരിയൽ എന്തായിരിക്കും? പേപ്പർ പൾപ്പ്, മാഷ് അതൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐവറി പ്രോഡക്റ്റ് പോലെ തോന്നും. ഇതൊക്കെ എങ്ങനെ വില വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ, 200-300 റേഞ്ച്. ഈ ആനയൊക്കെയോ ഈ ഒരു ഇദ്ദേഹമോ ഇതിന് എത്രയാകും പ്രൈസ്? ഇതിലുണ്ടോ? പെയറാണല്ലേ? രണ്ടെണ്ണം കൂടി ചേർന്ന് 563, 2 പേരായിട്ട് വരും. ഓക്കെ. ആനയാണെങ്കിൽ നോക്കട്ടെ. ഓ ഇതിനകത്ത് വില ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, നോക്കാവേ. ഇത് ലെതറിലാണ് കവറിങ് വരുന്നത്. ഇത് സിംഗിളാണോ ഇതും പെയറാണോ? 563. ഓക്കെ, ആ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് അതെ അല്ലേ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓ ഇവരുടെ തന്നെ പെൻ സ്റ്റാൻഡാണ് അല്ലേ? ഓ ഇറ്റ്സ് എ ലെതർ കവേർഡ്. ഓ വെരി ഗുഡ്. ഇതെന്താ വില വരിക? ഒരു മിനിറ്റ്, 498 ഉള്ളൂ. ശരിക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കാര്യം കേട്ടോ. കീ ഹോൾഡേഴ്സ് ഉണ്ട്. അതൊക്കെ ചെറിയ വിലയല്ലേ ഉണ്ടാവുള്ളൂ. ക്യൂട്ടായിട്ടുള്ള, വെരി നൈസ്. ഓ ഇത്രയും നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ അന്വേഷിച്ച് നടക്കാൻ. ഓ ആ വലിയ ആന ഇങ്ങനെ വാളിൽ ഇങ്ങനെ വെക്കുന്ന ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ. എന്ത് വിലയാകും? അത്രയേ ഉള്ളൂ അല്ലേ? 2348 ആ റേഞ്ച്. നമുക്കൊരു 2500 രൂപ ബഡ്ജറ്റൊക്കെ ഉള്ള കൊടുക്കുന്നതിന് ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ഇത് കേട്ടോ. ഇത് മധ്യപ്രദേശ് ഇൻഡോറിൽ നിന്ന് വരുന്നതാണ്. അവരുടെ ട്രഡീഷണൽ കാര്യമാണിത്, ലെതർ കോട്ടിങ്ങോട് കൂടി. ആൻഡ് ഇതൊക്കെ മധുബനി പെയിൻറ്റിങ്സാണ്. ഗുജറാത്തിലെ പെയിൻറ്റിങ്സാണ് മധുബനി പെയിൻറ്റിങ്സ്. ഇത്
പട്ടചിത്ര പെയിൻറ്റിങ്സ് വരുന്നത് ഒറീസയിൽ നിന്ന്, വെസ്റ്റ് ബംഗാൾ ആ ഭാഗത്തുനിന്ന്, ഒറീസ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പെയിൻറ്റിങ്ങിനൊക്കെ 2500 അല്ലേ വലുതിന്. ഈ ചെറുത് ഇത് 299 എന്നാണ് കാണി 9 ചെറുതുണ്ട് 999, 1000 രൂപയുടെ പെയിൻറ്റിങ്ങും ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. സോ നൈസ്, ഇറ്റ്സ് ഓൾ നൈസ്. എല്ലാ റേഞ്ചിലും ഉണ്ടെന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഏത് ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങിക്കാം. 500 100 മുതൽ മുകളിലേക്കുണ്ട്. ഓ വെരി നൈസ്. നമുക്ക് ഈ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതായിരിക്കും അല്ലേ, ഓരോ പാർട്ടീസിനൊക്കെ. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഇത് അത് അടിപൊളി കേട്ടോ. ഒഡീഷയുടെ ആണിത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ പോലെ, പട്ടചിത്ര പെയിൻറ്റിങ് പോലെ, ഒഡീഷാസ് കെറ്റിൽ. സോ നൈസ്. ഇതൊക്കെ എന്താ വില? 1299. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അറിയാതെ പോയല്ലോ. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പിങ്ങിന്. ഹാൻഡ് പെയിൻറ്റഡ് ബ്യൂട്ടിഫുൾ വർക്ക്. യൂസബിളാണ് വേണമെങ്കിൽ, പക്ഷേ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ തോന്നൂലല്ലോ നമുക്ക്. അത് അത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കാനല്ലേ തോന്നുള്ളൂ ഒരു സംഗതി. അതുകൊണ്ട് പ്ലേറ്റ്സ് അത് ശരിയാ. ഇത് 1100. ഇതിങ്ങനെ വാളിലിങ്ങനെ വാൾ ഹാങ്ങിങ് ആണ്. ഇറ്റ്സ് ഓൾ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്. ഇതൊക്കെ ഒഡീഷയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. രാജസ്ഥാനിലാണിത് സാധ്യത കൂടുതലും. സിൽവർ ഇങ്ങനെ വെച്ചിട്ട് കെട്ടി, സിൽവർ ചപ്പായി. ബ്യൂട്ടിഫുൾ കേട്ടോ, നൈസ് പ്ലേസ്. അയ്യോ, ഇത് 800 രൂപയ്ക്കകത്തേ ഉള്ളൂ. എന്തോ ഇല്ലാത്ത നോക്കും. എനിക്കിത് എല്ലാം കൂടെ കണ്ട് എക്സൈറ്റഡ് ആവുകയാണ്. മിസോറാമിൽ നിന്നുള്ള ക്ലേ പോട്ട്, മിസോറാം. ഇത് നമുക്കൊരു ക്യാൻഡിലൊക്കെ അകത്ത് വെച്ചിട്ടല്ലേ, ക്യാൻഡിൽ ഹോൾഡർ. ഓക്കെ, ഇതിൻ്റെ വില ദിസ് ഈസ് 339 ഉള്ളി. വെരി നൈസ്. സ്റ്റോൺസിൽ വരുന്ന ഗണപതികളാണ് ഇതെല്ലാം. അതിന് ഓരോന്നിൻ്റെ വില അതിനകത്തുണ്ട്. ഒരുമാതിരി എത്ര വരും റഫ്ലി? ഒരു പെൻറ്റൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലേ, 759 അങ്ങനെയൊക്കെ. അത് സ്റ്റോൺ അല്ലേ, കുറച്ച് പ്രഷ്യസ് സ്റ്റോൺസ് ആണ് എടുക്കുന്നതിൻ്റെ വർക്ക്മാൻഷിപ്പിനാണ്. ഗണപതി തന്നെയാണ് കേട്ടോ ഇതെല്ലാം, പലതരം ഗണപതി. ഇതേ നോക്കിയേ, ക്രിസ്റ്റൽ. ഓക്കെ, ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ ഇന്ത്യ മുഴുവൻ കാണുന്ന പോലെയാണ് ഇതിനകത്ത് കയറിയാലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ മുക്കും മൂലയും നമ്മൾ കാണാൻ പോവാണ്. ബംഗാൾ ഡോക്ര. ബെൽ മെറ്റൽ അതിലുണ്ടാക്കിയിരിക്കുന്നതാണ് ഇതെല്ലാം. ഓ ഓക്കെ, എന്താ അതിന് പറയുക? ബംഗാളിൻ്റെ ഡോക്ര, മെയിൽ ഫീമെയിൽ സെറ്റ്. അവരുടെ സ്പെഷ്യാലിറ്റി ട്രഡീഷണൽ, നമ്മുടെ ആറന്മുള കണ്ണാടി പോലെ. ഓ, അത് ആർക്കും പറഞ്ഞു കൊടുക്കാത്തൊരു കൂട്ടിൽ അവർ ചെയ്യുന്നതാണ്. 889 ആണ് ഇത് ഫീമെയിൽ മെയിൽ സെറ്റിന്. ഇത് ഓക്കെ, വിളക്ക്, ലേഡി വിത്ത് ലാമ്പ്. ഓക്കെ, വിലയാണ് നോക്കുന്നത് 2500 വരും. 4000. ഇത് ദിയായിട്ട് നിൽക്കുന്ന ദുർഗാദേവി. ഇതെന്താ വില? ഇത് ആ മെറ്റലാണല്ലേ, ഡോക്ര. അതെ അതെ, ദുർഗാപൂജ. ഇത് 3356 പക്ഷെ ബ്യൂട്ടിഫുൾ സെറ്റ്. ഡാൻസിങ് ഡോൾസ് നമ്മുടെ ഇവിടെ വരുന്നതല്ലേ, തഞ്ചാവൂർ ഡാൻസിങ് ഡോൾസ്. യെസ്, ഇതിനൊക്കെ 629. ഇത് തഞ്ചാവൂരിൻ്റെ ആണോ? ഇതും തഞ്ചാവൂർ പീകോക്ക് എൻഗ്രേവ്ഡ് പ്ലേറ്റ്. ഇതിൽ സിൽവറും ബ്രോൺസും ഗോൾഡ്. 1000. ഓ, തഞ്ചാവൂർ പ്ലേറ്റ്സ്. AIAPN എന്നാണ് പറഞ്ഞത്. ഐപ്പൻ പെയിൻറ്റിങ്, ട്രഡീഷണൽ പെയിൻറ്റിങ് ഓഫ് ഉത്തരാഖണ്ഡ് ആണ്. ഇത് 1000 rupees, 999 ആണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഓ, മനസ്സിലായി, ദേവിപാദം. ഇതും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള. ഇപ്പോൾ എല്ലാം ഗിഫ്റ്റ് ആയല്ലോ, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലേക്കൊന്നും വേണ്ടേ. 1200 റേഞ്ച്. ഇതൊക്കെ ഡെക്കറാണ്. നമ്മൾ ഏതാണ് നമ്മുടെ വീട്ടിൽ എടുക്കുന്ന തീം അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അരുണാചൽ പ്രോഡക്റ്റാണ്. ഇതൊരു ഹാൻഡ് ബാഗാണ് വിത്ത് ബീഡ്സ്. ദിസ് ഈസ് 599 ഉള്ളി. ഇറ്റ്സ് വെരി നൈസ്. ഇത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് പോയി കേട്ടോ. വെജിറ്റബിൾ ഡൈ വെച്ചിട്ടൊക്കെ അവർ ചെയ്തത്. നൈസ് വാൾ ഒരു ഡെക്കോറാണിത്. എനിക്ക് തോന്നുന്നു ഇത് ഇൻ്റർനാഷണൽ ഒരു കൗണ്ടറാണ്. ആഫ്രിക്കൻ ട്രൈബൽ ആർട്ടിഫാക്ട്സ് ആണ് ഇതിൽ കാണുന്നതെല്ലാം. ആഫ്രിക്കൻ ട്രൈബൽ ആർട്ടിഫാക്ട്സ്. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നാച്ചുറൽ വെജിറ്റബിൾ ഡൈ ഒക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. അവർക്ക് കുറച്ച് വിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അല്ലേ. ഇറ്റ്സ് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി ഓഫ് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. അവരെ മാസ്ക് ആണെങ്കിലും സ്കൾപ്ചേഴ്സ് ആണെങ്കിലും ജുവലറി, ടെക്സ്റ്റൈൽസ് എല്ലാം, ആർട്ടിഫാക്ട്സ് എല്ലാം തന്നെ ഒരു യുണീക്ക് സ്റ്റോറി ആൻഡ് സിഗ്നിഫിക്കൻസും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്.
നെറ്റിപ്പട്ടം ഇവിടുത്തെ അല്ലേ, കേരളത്തിൻ്റെ? അത് എവിടുത്തെ ആർട്ട് ഫോമായിട്ടാണ് വെച്ചിരിക്കുന്നത്? തൃശ്ശൂർ കേരളത്തിൻ്റെ ട്രഡീഷണൽ ഒരു നെറ്റിപ്പട്ടം പോലെ. ഇതൊക്കെ ഇങ്ങനെ പോണു. വാവ്, മീനാക്കാരി വർക്കാണ്, സ്ട്രോങ് മെറ്റലിൽ ചെയ്തിരിക്കണു, പെയിൻറ്റ് ചെയ്തിട്ട്. മീനാക്കാരി എലിഫൻറ്റ്, പക്ഷെ ഇത് ക്ലേ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്, മെറ്റലാണെന്ന്. ക്ലേ എന്ന് എഴുതിയിരിക്കണു പക്ഷേ അതിനകത്ത് കേട്ടോ. എന്താ വില? ഇത് എവിടെ നിന്ന് വന്നതാ? ആ വർക്ക് ഈസ് ഉത്തർപ്രദേശ്, പക്ഷേ ഇതിപ്പോൾ രാജസ്ഥാൻ. ഇതിപ്പോൾ മെറ്റലാണെന്ന് പറയുന്നു. അല്ല, ക്ലേ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്. എന്താ അങ്ങനെ? ഓഹോ, ഓ അത് ശരിയാ. കോഫി മഗ്, നല്ല പെയിൻറ്റിങ് ആണല്ലേ. ബ്ലൂ പോട്ടറിയുടെ തന്നെയാണ്. ബ്ലൂ പോട്ടറി ഓഫ് രാജസ്ഥാൻ. ദിസ് ഇസ് 499. നല്ല ബ്യൂട്ടിഫുൾ ഒരു കോഫി മഗ്. ആർക്കെങ്കിലും ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ പല പല സാധനങ്ങളുണ്ട്. മധുക്കറി പായ്, നമ്മുടെ പായുടെ, പക്ഷേ വെസ്റ്റ് ബംഗാൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഫ്ലോർ മാറ്റ്, യോഗ മാറ്റൊക്കെ. പിന്നെ ബാഗ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബാഗ്സ്. അതെ, അടിപൊളി. ഇതൊക്കെ എവിടുത്തെയാ? ഓ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നതാണ് അല്ലേ ബാഗുകളെല്ലാം. ഇതെന്താ വില? ഇത് 699. മധുർ ഖാദി ലേഡീസ് ബാഗ്, അതൊരു നല്ല കളക്ഷൻ ഉണ്ട്. ഇതെന്താ, എന്തിനുള്ള മാച്ചാ ഇത്? അത് തന്നെ നമുക്കിപ്പോൾ കിടക്കാനൊക്കെ ഒന്ന് കാണിച്ചാൽ, ഒരെണ്ണം നൂത്ത് കാണിക്കാമോ? നമുക്ക് യാത്രകളിൽ കൊണ്ടുപോകാനായിട്ട് അല്ലേ. ഓ, കുറച്ച് പാഡഡ്, ദാറ്റ് സോഫ്റ്റ് ആയിരിക്കും കിടക്കുമ്പോൾ. ഓ, ദാറ്റ്സ് നൈസ്. മധുർ കാട്ടി ആ ഇതിൽ സെയിം മെറ്റീരിയൽ. ആ ഹാ, ഒരു തരം ഗ്രാസ് ആണോ? ഓ ഓക്കെ. ആ, ഇതുപോലെ 3000 ആ റേഞ്ചാണ്. ഇത് നോക്കിയേ, ചെറിയ വാലറ്റ്സ്, ലേഡീസ് പേഴ്സ്, മധുഖാദി ലേഡീസ് പേഴ്സ്. ഇതിൻ്റെ വില 399. ദാറ്റ് ഇസ് 400. ഇറ്റ്സ് വെരി നൈസ്. ഇതിൻ്റെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ തന്നെ മാറ്റ്സ്, ഞാൻ ആ മാറ്റ്സ് ബൈപ്പാസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇവരുടെ തന്നെ മധുഖാദിയുടെ മാറ്റ്സാണിത്, ടേബിൾ മാറ്റ്സ്. ഇത് ഇച്ചിരി വില ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇത് ആ മെറ്റീരിയൽ മാത്രമാണ്, അതൊരു തരം പുല്ലാന്നല്ലേ പറഞ്ഞേ. ഓക്കെ, പുല്ലിന്റെ മാത്രമാണ്. ഓക്കെ, പുല്ലിൽ കുറച്ചും കൂടെ ക്ലോത്ത് വരുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ. ഇത് ഒരിക്കൽ എത്രണ്ണം? 6+ന് 3190. ഇത് നമ്മുടെ സെയിം സാധനത്തിൽ കുറച്ച് മെറ്റീരിയൽ, ക്ലോത്ത് മെറ്റീരിയലും കൂടെ വന്നപ്പോൾ വിലയും കുറഞ്ഞു. 999 ആയി ഫുൾ സെറ്റിന്. ക്ലോത്ത് മെറ്റീരിയൽ കൂടുമ്പോൾ വീണ്ടും വില കുറയും അതിന്. പിന്നെ അതെ, ഓ, ഒരു റണ്ണറും 6 മാറ്റ്സുമാണ് വരുന്നത്. ഇത് 699 ആയി. അതിൽ ആ പുല്ല് മെറ്റീരിയലിൽ ക്ലോത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് വില മാറ്റങ്ങൾ. ഇത് തുണി സഞ്ചീസ് വിത്ത് ടോഡാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഊട്ടിയിലെ മടക്കിയും കൊണ്ടുപോകാം അല്ലേ, ടോഡാസിൻ്റെ. അത് ശരി, ഇത് ഇങ്ങനെ മടക്കി കൊണ്ടുപോകാം. എന്നിട്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സാധനമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഒരു ബാഗാക്കി മാറ്റാം. തോടാസാണ്, തോടാ ട്രൈബുണ്ട് നമ്മുടെ ഊട്ടിയിൽ ഉള്ള ആൾക്കാരാണ്. അവരുടെ ട്രഡീഷണൽ വർക്കാണ്, ഹാൻഡ് വർക്ക്. ഓ, അത് കൊള്ളാം കേട്ടോ. ഇതൊക്കെ എന്താ വില ഈ ചെറുതിനൊക്കെ? ഞാൻ പറയാം, ഇപ്പോൾ പറയാം. അത് ഇതിനകത്തുണ്ടല്ലോ 750. ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഓ, തോടാ ബാഗ്. അതിൻ്റെ തന്നെ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ മടക്കി കഴിഞ്ഞാൽ, വളരെ കോമ്പാക്റ്റായിട്ട്. അവരുടെ തന്നെ പേഴ്സാണ് അല്ലേ ഇത്, പേഴ്സ് അവരുടെ തന്നെ വർക്കാണിത്. ഇത് 999. തോട ഹാൻഡ് വർക്ക്. നമുക്ക് ചെറിയ രാജസ്ഥാൻ ജുവലറി ബോക്സായിട്ട് യൂസ് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. കമ്മൽ, റിങ്സ്. ഓ നൈസ്, രാജസ്ഥാൻ. ഇതിൻ്റെ വില എന്താണെന്ന് നോക്കട്ടെ. 799 ഓൺലി. വെരി നൈസ്. എനിക്കിതൊരെണ്ണം വേണം കേട്ടോ. എൻ്റെ കമ്മലെല്ലാം ഇങ്ങനെ തേരാ പാരകൾ സൂക്ഷിക്കാനായിട്ട്. ബ്ലൂ പോട്ടറി ആണോ? ഇത് ഉടനാണ്. സെറാമിക് അത് വില കൂടില്ലേ? ഇല്ല, ഓൾമോസ്റ്റ് സെയിം ആണോ? ഓക്കെ. ഇത് വുഡ്. ഓക്കെ, അതിൻ്റെ തന്നെ വേറൊരെണ്ണമാണ് ഇതിങ്ങനെ നീളത്തിൽ, മറ്റത് വർട്ടിക്ക്. ആഹാ, ഓക്കെ. വാവ്, നൈസ്. ഇതൊക്കെ നമ്മൾ ഈ പഴയ വീടുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ കളക്ഷൻസിൽ വരും. ആ ഓക്കെ. ഇതിൻ്റെ ഒരു മിനിറ്റ്, ഇതിൻ്റെ വിലയും കൂടെ ഒന്ന് നോക്കട്ടെ. ഇതിൻ്റെ വില അയ്യോ വലിയ വിലയൊന്നുമില്ല. 799 ഉള്ളി. അയ്യോ ഇഷ്ടമായി എനിക്കിത്. ഇത് ബ്ലൂ പോട്ടറി ആണ് അല്ലേ? ഓ ഓക്കെ. ഇത് ഒരു പോട്ടറി, ദാറ്റ് ഇസ് പോർസിലിൻ മെറ്റീരിയലാണ്, ബ്ലൂ പോട്ടറിയുടെയാണ്.
ഇതും കമ്മൽ മാലയൊക്കെ. ഇത് 700 സംതിങ്ങേ ഉള്ളൂ അല്ലേ? അതെ, 7. 2 എണ്ണം മാത്രമേ ഉള്ളത്. ഇതെന്താ വില? അയ്യോ എന്ത് ക്യൂട്ടാണ് ഇത്. സോ നൈസ്. എന്ത് വില ഇത്? ഇത് ബ്ലൂ പോട്ടറി, രാജസ്ഥാൻ്റെ. ഗുജറാത്തിലെ കച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ കോപ്പർ കൗ ബെൽ. ഓ, പശുവിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നതാണോ? കൗബെൽസ് ആണ്. ഓക്കെ ഓക്കെ, കോപ്പറാട്ടോ, കച്ചിൽ നിന്നും വന്നതാണ്. ആ, നല്ല മ്യൂസിക്. അത് ശരി. ഇത് ആഹാ, വ്യത്യാസമാണ്. ഇത് 1600 ആ റേഞ്ചാണ്. ഇത് ഇച്ചിരി കൂടെ കാണും, ഇച്ചിരി കൂടെ വലിപ്പമുണ്ടല്ലോ. ഇത് അല്ലല്ലോ, 1600 ആഹാ, മാറുന്നല്ലേ അതിൻ്റെ ടോണ്. 1300 സംതിങ്. കൊള്ളാം. ആ, രാജസ്ഥാനിലെ അത് തന്നെ. അവരുടെ ഇത് വെച്ചിട്ടല്ലേ ഒരു ഡാൻസ്, പിന്നെ എന്താ പറയുക, ഡോൾ ഡാൻസ് ഒക്കെ വയ്ക്കുക. ഡോൾ ഷോ ഉണ്ട് അവർക്ക് അല്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രാജസ്ഥാൻ. ഇതോ ജി അല്ല, അല്ലാതെ ബൾബ് ഇടാം. ഓക്കെ, ഇതൊക്കെ എന്ത് വില വരും പറയാം? ഇപ്പോൾ പറയാം 1199, 1200 ആ റേഞ്ചിൽ വരണേ. ഓക്കെ, ഇതിൻ്റെ പല സൈസിലെ ഷേപ്പിൽ. വലിയ കുതിര, ലെതർ അല്ലേ, ലെതർ കവറിങ് കുതിര വന്നു. അത്രയേ ഉള്ളൂ. 1499. ദാറ്റ് ഇസ് ഓൺലി 1500 അകത്ത്. ഓ, അടിപൊളി. മെജസ്റ്റിക് കുതിര ഇഷ്ടമായി. പിന്നെ അത് ഇത് നോക്കിയേ, ഒക്കെ ട്രേസാണ്. ഇത് വുഡൻ സെർവെയർ ആണ്. കുതിരയെ താഴെ വെക്കാൻ തോന്നുന്നില്ല. അയ്യോ വാവ്, 1499. അതിനെ കൂടെ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കും. ഛത്തീസ്ഗഡിൻ്റെ ഒരു എന്തെങ്കിലും പ്രത്യേക പ്ലാറ്റ്ഫോമാണോ അത്? ആ, വേറൊരു മെറ്റലാണല്ലേ, ഡോക്ര മെറ്റൽ പോലെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ്. 3299. ഈ ഒരു ആർട്ടിഫാക്റ്റ് നോക്കിയാൽ എന്താ ഭംഗി, എന്തു നല്ല വർക്കാണ് ഇത്. ഛത്തീസ്ഗഡിലെ ആൾക്കാരുടെ കലാവിരുതാണ് നമ്മൾ ഈ കാണുന്നത്. അത് മാലയാട്ടോ അതിൻ്റെ. ഓ, ഗുജറാത്തിലെ. ആ, മൈനിങ്. വലിയ വിലയൊന്നും ഇല്ലല്ലോ. 899 ഉള്ളി. ടൈഗർ ഐ. ഓക്കെ, അഗെയിൽസ് ഓഫ് ക്യാമ്പി. ഇത് ഏതോ ഒരു കല്ലാണ് അല്ലേ, എല്ലാം കൂടി ചേർന്നല്ല, ജസ്റ്റ് വൺ സ്റ്റോൺ. ബാംബൂന്റെ റൂട്ടാണ് ആക്ച്വൽ ബാംബൂ റൂട്ടില് അവര്. ആ, മോളയുടെ ഓ റൂട്ടിൽ തന്നെ അവര് വേരെടുത്തിട്ട് അവർ കൈ കൊണ്ട് കൊത്തി എടുത്ത് അതിങ്ങനെ ഒരു വാർണിഷ് പോലെ എന്തോ ഒരു അത്ര കൊടുത്തിട്ടുള്ളൂ. ഓ, സോ നൈസ്. അത്ര കഴിവ് നോക്കിയ ഓരോരുത്തരുടെ കഴിവ്. ഒറിജിനൽ ബാംബുവിൻ്റെ റൂട്ട്. അതിന് 1799. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ പടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നേ ഇപ്പോൾ? ത്രിപുര. ഗണപതി ഉണ്ട്, ശിവ, ഗണപതിയാണ് കൂടുതൽ. ആൻഡ് ബുദ്ധനും ശിവനും ഗണപതി. അതെല്ലാം ബാംബു റൂട്ട്സിൽ ചെയ്തിരിക്കുന്നു. ഡെക്കോർ ഐറ്റംസ്. ഓഹോ, 499. ഇത് ഒരെണ്ണത്തിന്. ഫുൾ സെറ്റാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നമ്മൾ വീടിൻ്റെ തീം എന്താണ് അതനുസരിച്ച് ഡെക്കോർ ഫിക്സ് ചെയ്യുമ്പോൾ ഇത്. ഇതാണ് ഒരു സീറ്റ് കേട്ടോ. ഇത് ലെതർ കവറിങ് ആണ്. 1677. ഓക്കെ, എന്നാലും അത് ലാഭം തന്നെയാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇതെവിടുന്നാണ് വരുന്നത്? ഇനി സ്പെഷ്യൽ. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്, വെരി നൈസ്. കുഷൻ കവേഴ്സ്. അല്ല, ഞാൻ ശാസ്തമംഗലത്തൊരു NSSൻ്റെ ഒരു ലേഡീസിൻ്റെ ഒരു സെയിലുണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അവിടെ നിന്ന് ഏതോ ഒരു കൗണ്ടറിൽ നിന്നാണ് തന്നത്. അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഇതുപോലൊരു കഥകളിയുടെ ഫേസ്, ഇത്രയും വലുതല്ല, കുറച്ചുകൂടി ചെറുത്, പക്ഷേ ഭയങ്കര ഭംഗിയായിരുന്നു. എന്നോട് കുറേ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ കളക്ഷൻ വേറെ ഉണ്ടാവില്ലേ? കാണും അല്ലേ? ടെറാക്കോട്ടയുടെ ഗണപതി അതിങ്ങനെ എന്നാലും ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? എന്നോട് ചോദിച്ചവർക്കുള്ള മറുപടിയാണത്. ഇവിടെ ഉണ്ടത് കഥകളി ഫേസ്. ഹാങ് ചെയ്യാം വിത്ത് ലൈറ്റ്. അത് പക്ഷേ കണക്ട് ചെയ്യണം അല്ലേ? ഓക്കെ, ലാൻറ്റേണിൻ്റെ ഒരു പാറ്റേൺ ആണിത്. സോ നൈസ്. ഇതെന്ത് വില? എന്താ വില പറയാമോ? ഭയങ്കര ഭംഗിയാട്ടോ. സാധാരണ ഞാൻ ചെട്ടിനാടൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ടൈൽസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ചെട്ടിനാട് ടൈൽസ് ഇസ് വെരി 2100, 2700 അത്രേ ഉള്ളൂ. ഈ ചെട്ടിനാട് ടൈൽസൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടുത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ. കുറേ മാല കളക്ഷൻസ് ഉണ്ട് ഇവിടെ.
350 ഇതും അല്ലേ 350. ദിസ് ഇസ് 350. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഓ വെരി ബ്യൂട്ടിഫുൾ. പല റേറ്റിനുണ്ട്, പലതും പല വിലയാണ്. ഇത് 325. നൈസ് കളക്ഷൻ ഓഫ് കമ്മലുകൾ, എല്ലാ കമ്മലും കൊള്ളാം. ആനയും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത് വളരെ കുറച്ചല്ല, 260 ഉള്ളൂ കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. അത് ഇതെടുക്കാം കേട്ടോ, എനിക്കിഷ്ടമായി. ഇതിൻ്റെ 2-3 എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഹാങ്ങിങ് വാസ്തുവോ? ഓ 7 സ്റ്റോൺ. ഇത് വീടുകളിൽ തൂക്കിയാൽ ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയും അല്ലേ, വാസ്തു പ്രകാരം. വേറൊരു സ്റ്റോൺ ഇത് തൂക്കിയാൽ പൈസ ഉണ്ടാകുന്നതാണോ? വിശ്വാസം. ഓക്കെ. ഇതൊരു സ്റ്റോൺ മാത്രമായിട്ട് 420. ഇതിന് പറയുന്നത് തന്നെ മണി മാഗ്നറ്റ് എന്നാണ്. ഇത് വീട്ടിലുണ്ടെങ്കിൽ പൈസ വന്ന് കയറും. ഓക്കെ. ഇതങ്ങനെ തൂക്കിയിടാനാണെങ്കിലും വാങ്ങണമെങ്കിലും വാങ്ങാം. 859 ഉള്ളി. ഇത് 1500 രൂപ. നല്ല മാങ്ങ ഫാഷൻ. എന്ത് മെറ്റലാണ് ഇത്? ഓക്സിഡൈസ് സിൽവർ. ഓക്കെ. ഇതെന്താ സംഭവം? ഇത് കാലിലിടാനാണോ കുട്ടികൾക്ക്? പറ്റില്ല, ഇതിൻ്റെ വലുതില്ല. ഇത് അതിൻ്റെ തന്നെ പല നമ്മുടെ ആംഗ്ലേറ്റ്സ്. മാർബിൾ പെൻഡൻ്റാണ്, ഹാൻഡ് പെയിൻറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചരടിൽ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് ജൂത്തീസ് ഫ്രം രാജസ്ഥാൻ. വാവ്. അതാണ് ഈ മേളിൽ കാണുന്നതൊക്കെ ബ്ലാക്ക് പ്ലെയിൻ ലെതർ ജൂത്തീസ്. ദേ ബ്ലൂ പോട്ടറിയുടെ നെക്ലേസ്, അടിപൊളി. 999. ഓക്കെ. ഇനി ഇതെല്ലാം സാൻഡ് ആർട്ട്. അതെവിടെ നിന്നാണ് വരുന്നത്? ഇടുക്കിയിലുള്ള ആൾക്കാർ. ഓക്കെ. സാൻഡ് ആർട്ട് മണ്ണാണോ അപ്പോൾ? സാൻഡ് ആർട്ട് കരിമണൽ വെച്ച്. ഓ നൈസ് പെയിൻറ്റിങ്സ്. ഗാസിപ്പൂർ വാൾ ഹാങ്ങിങ്. ഓക്കെ. ത്രെഡാണ് തോന്നുന്നു അല്ലേ? ത്രെഡ് വർക്ക്. എല്ലാം ഹാൻഡ് വർക്കാണ്. ഇതിൻ്റെ വില 799. ഇതൊരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. വാങ്ങിയാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും വാളിൽ ഇങ്ങനെ തൂക്കുകയാണെങ്കിൽ. നമ്മുടെ ആ ഡെക്കർ അനുസരിച്ചിട്ട്. താലപത്ര. ഇതെവിടെ നിന്നാണ് വരുന്നത്? ഓ പാം ലീഫിലോ? എൻ്റെ പൊന്നു, കൈകൊണ്ട് ഒറീസയിൽ നിന്ന് വരുന്നതാണ്. താലപത്ര ചിത്ര. അയ്യോ ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആണല്ലോ. ഡോർ ഹാങ് ആണ്. ഡെക്കറേറ്റഡ് മിറേഴ്സ്. ഇത് നമ്മളിങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ മണി കേൾക്കാമല്ലോ. ഡോറിൽ അവർ നല്ലൊരു മ്യൂസിക്കൽ സൗണ്ട് കേൾക്കും. നൈസ്. ഇതെവിടെ നിന്നാണ് വരുന്നത്? ഗുജറാത്ത്. ഓക്കെ. ഇത് വില നോക്കട്ടെ. ഓ 599. നൈസ്. കോലാപൂരിൻ്റെ ഐഡൻറ്റിറ്റിയാണ് കോലാപൂരി ചപ്പൽസ്. യെസ്, അതെ. അതൊക്കെ മാറിയല്ലോ. ഇങ്ങനെ ഫ്രണ്ട് കവർ ചെയ്തിട്ടുള്ള വരുന്നല്ലേ. ഇതാണെങ്കിൽ രാജസ്ഥാൻ്റെ. ഹിമാചലിൻ്റെ GI സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യങ്ങളാണ്. അവരുടെ തനതായ കാര്യമാണ് ചുള്ളി ഓയിൽ. അതായത് ആപ്രിക്കോട്ടിൽ നിന്നുണ്ടാവുന്നത്, വൈൽഡ് ആപ്രിക്കോട്ടിൽ നിന്നുള്ള ഓയിലാണ് ചുള്ളി ഓയിൽ. പിന്നെ അവരുടെ തന്നെ ഗ്രീൻ ടീ, കാങ്ക്ര ടീ എന്ന് പറയുക. കാങ്ക്ര ടീ ദാറ്റ് ഈസ് അഗെയിൻ ഒരു GI സർട്ടിഫിക്കറ്റഡ് ആണ്. പിന്നെ ഇതൊക്കെ അവരുടെ തൊപ്പികളാണ്. ഓരോ സ്ഥലത്തിനും ഓരോ വ്യത്യാസമുണ്ട്. ഹിമാചലിൽ തന്നെ പല ഭാഗത്തും പല ടൈപ്പ് ഓഫ് തൊപ്പിയാണ്. അതെല്ലാം ഇവിടെ കാണാം. നൈറ്റ് ലാമ്പ് ബേണർ 599. ഇതിനകത്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊടി മണം വരാനായിട്ടല്ലേ, വീട്ടിനകത്ത് നല്ല സുഗന്ധം ഉണ്ടാകും. ഇതിങ്ങനെ ഇലക്ട്രിക് കണക്ഷനിൽ നമ്മുടെ പ്ലഗ് പോയിന്റിൽ കൊടുത്താൽ മതി. ഇതൊക്കെ 599, 600 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇത് 1299 ആണ്. ഓക്കെ. ബ്ലൂ പോട്ടറിയുടെ കേട്ടോ, രാജസ്ഥാൻ്റെ. ഇത് അയ്യോ ഇത് കൊള്ളാലോ. ഇതും രാജസ്ഥാൻ തന്നെയല്ലേ? അതെ ഗ്ലാസ് പോട്ടറി. ഓക്കെ നൈസ്. ഇതൊരു ഗ്ലാസ് വർക്കും കൂടെ വരുന്നത്. മറയൂരിലെ ശർക്കര വെഗെയിൻ. ഡാർജിലിങ്ങിൻ്റെ ചായ. പിന്നെ ആംല എവിടെ നിന്നാ? പ്രതാപ്ഗർ ക്യാൻഡി. UPയിലെ പ്രതാപ്ഗഡിലെ ആംല, നമ്മുടെ നെല്ലിക്കയുടെ ക്യാൻഡിയാണ്. ഇതൊക്കെ GI ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സർട്ടിഫിക്കറ്റുകളാണ്. ഇത് സാമ്പിൾ. ഓക്കെ യെസ്, താങ്ക് യു. സാമ്പിൾ കഴിക്കാൻ തന്നെ അടിപൊളി. ഇനി അങ്ങോട്ട് തുണിയുടെ കളക്ഷനിലേക്ക് കയറുന്നു. കണ്ടു തീർന്നിട്ടില്ല, അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ സമയക്കുറവുകൊണ്ട് ഇങ്ങനെ ഓടിച്ച് കാണുന്നതേ ഉള്ളൂ. ഇതെല്ലാമാണ് നിങ്ങളുടെ മറ്റ് കളക്ഷൻസ് അല്ലേ. സ്റ്റോൾസ് ആൻഡ് ദുപ്പട്ടാസ്, കോട്ട ദൊറിയ, ഇല്ലിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇല്ലിക്കലാ? കർണാടക. ഓക്കെ. അവരുടെ സാരി എന്ന് പറയുമ്പോൾ എങ്ങനത്തെയാണ്? ഇതെല്ലാം GI ഉള്ളതാണ്. എല്ലാ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സാരീസ് എല്ലാം. എന്താ വില ഇതൊക്കെ? ഓ നൈസ് കളർ കോമ്പിനേഷൻ. പച്ച, മെറൂൺ.
ഇല്ലിക്കൽ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു സ്ഥലത്തിൻ്റെ സാരിയാണ്. ദിസ് ഇസ് വൺ സാരി. ഇത് ഇല്ലിക്കൽ എന്നാണ് പറയുന്നത്. ഇത് ഓക്കെ, ഇല്ലിക്കലിൻ്റെ മറ്റൊരെണ്ണം. ഓക്കെ, ഇത് ഡബിൾ കളറാണ് ചെയ്ത്, അതായത് ബോർഡർ ഒരു സൈഡിൽ ബ്ലൂവും ഒരു സൈഡിൽ ഗ്രീനും. കൊള്ളാം. ഇതൊക്കെ 2500 അല്ലേ ആ റേഞ്ച്? 2500 അങ്ങനെ. ഇത് ഏതിൻ്റെയാ? ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് പൂന സാരി പോലെ തോന്നുന്നു അല്ലേ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇതെന്ത് ഭംഗിയെന്നറിയാം. ബോർഡർ അതാണ്. യെസ്, നൈസ്, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ വിത്ത് ബ്ലൗസ് ആണോ? 2399. ഇതൊക്കെ നൈസ് സാരി. ഇതൊക്കെ ഇല്ലിക്കൽ ഫ്രം കർണാടക. ഇതിൻ്റെ വേറൊരു ഷെയ്ഡെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഗ്രീൻ വിത്ത് മെറൂൺ ബോർഡറാണ്. ഇനി ഒരു മെറൂണിൽ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ആ ഷെയ്ഡ്, സിൽവർ ബോർഡർ. ഇതതിൻ്റെ മുന്താണി. നൈസ്. അതിൻ്റെ ബ്ലൗസ് എന്തായിട്ട് വരും? റണ്ണിങ് ആണോ? ഓ, ദിസ് ഇസ് ദ ബ്ലൗസ് പാർട്ട്. നൈസ് അല്ലേ, നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ പച്ചയിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ? പച്ചയിലും ബ്ലൗസിൻ്റെ ഭാഗം വളരെ ഡിഫറെൻ്റ് ആയിരിക്കണം. ബ്ലൂ അയ്യോ ബ്യൂട്ടിഫുൾ ബ്ലൂ ബ്ലൗസായിട്ട് വരും കേട്ടോ. ദിസ് ഇസ് ദ ബ്ലൗസ് പാർട്ട്. 2500 നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല സ്ട്രോങ്. 2400. നൈസ്, വെരി നൈസ്. പിന്നെ വരണത് ഇത് കോട്ടാഡോറിയ. കോട്ടാഡോറിയ എന്ന് പറഞ്ഞാൽ എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു കോട്ട പോലെ ഇരിക്കുന്നു. കോട്ടാഡോറിയ. ഇതിൻ്റെ ബ്ലൗസ് അതെ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ 2699. കോട്ടാഡോറിയ. ഈ ബ്ലൂ ഒക്കെ ഭയങ്കര ഇൻ ഫാഷനാണ് കുറേ നാളായിട്ട്. നൈസ്. ഇതൊരു പാറ്റേൺ സാരി. അതിൻ്റെ ബ്ലൗസ് ഇതെല്ലാം 2500 ആ റേഞ്ചാണ്. ഇതിന് ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. 2699 വിത്ത് ബ്ലൗസ്. വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് അല്ലേ? ചന്തേരിയുടെ ഒരു നല്ല ഭംഗിയുള്ള പാറ്റേൺ. താഴോട്ട് ഇങ്ങനെ, മുകൾ ഭാഗം ഇങ്ങനെ. അതിൻ്റെ ബ്ലൗസ് എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും അല്ലേ ബ്ലൗസ്? ആ പ്രിൻറ്റഡ്. ഓ, വേറൊരു കളർ. ഓ, നൈസ്. ഇതെന്ത് വിലയെന്നാണ് പറഞ്ഞത്? 2899. നൈസ്. ഇതൊന്ന് മാറ്റും, എനിക്കിഷ്ടമായി. സംതിങ് ഡിഫറെൻറ്റ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും മാറ്റിക്കോളൂ. കോട്ടാഡോറിയ. ചന്തേരിയുടെ തന്നെ വേറൊരു ടൈപ്പ് അല്ലേ? ഓ, ഫുൾ പ്രിൻ്റാണ്. നമ്മുടെ ഒരു പ്രിൻറ്റഡ് സിൽക്ക് പോലെ ഇരിക്കുന്നു. ചന്തേരി വിത്ത് ബ്ലൗസാണ് ചന്തേരി. ഇത് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ്. ഇതെൻ്റെ ബ്ലൗസാണെന്ന് തോന്നുന്നു. ദിസ് പാർട്ട് ചന്തേരിയുടെ തന്നെ. എന്ത് വില ഇത്? ദിസ് ഈസ് സംതിങ് അറൗണ്ട് 2000. എല്ലാം ആ റേഞ്ച് തന്നെ, 3000-നകത്ത് വരും. ഇതും ചന്തേരിയാണോ? ഓക്കെ. ചന്തേരിയുടെ മറ്റൊരു ഭംഗിയുള്ള സാരി. ചന്തേരി 3rd. മൂന്നാമത്തെ സാരി മഹേശ്വരി. ഇത് മഹേശ്വരി സാരീസ്. ഇത് നല്ല ഭംഗി കേട്ടോ, മഹേശ്വരിയുടെ സാരി. ഓ, സോ മ്യൂസിക്കൽ. ഇത് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നതാണ്. വിൻഡ് ഫ്ലൂട്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ. വാ, ആണോ? അവരിങ്ങനെ ഒരു തടി ഇങ്ങനെ സ്വന്തമായിട്ട് സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വിൻഡിനനുസരിച്ചിട്ട്. സോ നൈസ്. ഇതെന്ത് വില? 500. 559 ഉള്ളി. എനിക്കൊരെണ്ണം വേണം, മേടിക്കാൻ പോകണം. വാ, വീട്ടിൽ ചെന്നിട്ട് പുടുമോളെ കാണും. അയ്യോ, ഇതെന്താ സംഭവം? മഴയുടെ ശബ്ദം. ഇതെവിടെ തോന്നുന്നു? മഴമൂളി. ഇതെങ്ങനെയാണ് വരുന്നത്? വയനാടുള്ള ചെയ്ത് തരുന്നതാണോ മഴമൂളി? അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും മഴയുടെ ശബ്ദം അവിടെ വരണം. ഇത് അരുവിയുടെ സൗണ്ട്. ഓ, രാത്രി നമ്മൾ റെയിൻ സൗണ്ടൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. റെയിൻ സോങ് ഇല്ലേ, റെയിനിൻ്റെ ഉറങ്ങാനായിട്ട്. ഇത് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പോലെ റിവർ സൗണ്ട്. ഓ, ഇതൊക്കെ എന്ത് കലയാണ് ഇത്! ഇതൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കും. ഇതൊക്കെ വയനാട് നിന്ന് വന്നാന്നാണ് പറയുന്നത്. ഇത് മഴ, ഇത് റിവർ ഫ്ലോയിങ്. ഇതൊക്കെ എന്താ വില? വലിയ വിലയില്ല. ദിസ് ഈസ് 2000. 1999. ഇത് വേണ്ട. ഇത് മഴ. മുളയിൽ ആണി അടിച്ചിട്ട് അകത്തോട്ട് വെച്ചിട്ട് ഇത് മറ്റേ പയറില്ലേ, ചെറുപയർ, അത് വറുത്തിട്ടിരിക്കുകയാണ്. ഇതിനകത്തിട്ടിരിക്കുകയാണ്. പൊടിഞ്ഞു പോയിരിക്കാൻ വേണ്ടി.
റിവർ ശബ്ദം ഒരു രക്ഷയില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ. 1000-2000 രൂപയ്ക്കകത്തേ ഉള്ളൂ. നല്ലത്. വെരി നൈസ്. ഇതെല്ലാം നമ്മുടെ എന്താണ് ജുവൽ ബോക്സ്. ഇതൊക്കെ കേരളത്തിൻ്റെ ആണോ? അല്ലേ? ആഭരണപ്പെട്ടി. നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നതാണ് അല്ലേ? നെട്ടൂർ പെട്ടി. നെട്ടൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് നെട്ടൂർ പെട്ടി. ഇതും GA ഉള്ളതാണ് അല്ലേ? ആ, പക്ഷെ അവരുടെ ഒരു ആ റീജൻ്റെ. ഓക്കെ. എന്താ വില വരിക ഇതൊക്കെ? 9,000. ഓക്കെ. 9,000. ആറന്മുള കണ്ണാടിയൊക്കെ ഇപ്പോൾ കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് പല പല പാറ്റേൺസിലൊക്കെ വരുന്നത്. ഓക്കെ. ഒരു ആനയുടെ മസ്തിഷ്കം, തലയുടെ ആ തുമ്പി, ഇത് നെറ്റിപ്പൊട്ടം വരുന്ന ഭാഗം പോലെ ഇങ്ങനെ അവിടെയാണ് ഇപ്പോൾ ആറന്മുള കണ്ണാടി ഫിക്സ് ചെയ്ത്. എന്ത് ഭംഗിയത്. ഇതൊക്കെ നല്ല വില ഉണ്ടാവും അല്ലേ? 29,000, ഓൾമോസ്റ്റ് 30,000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ലോട്ടസിനകത്ത് ആറന്മുള കണ്ണാടി തന്നെയല്ലേ ഇതും? ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലേ? പുതിയ ഇത് 6,500 രൂപ കേട്ടോ. പല ആറന്മുള കണ്ണാടിയുടെ പല പല രൂപങ്ങൾ. ഇത് ട്രഡീഷണൽ. ഈ ആറന്മുള കണ്ണാടിക്ക് എന്താ വില? 3,000 സംതിങ്. ഓക്കെ. യെസ്. ഇവിടെ കംപ്ലീറ്റ് ആറന്മുള കണ്ണാടിയുടെ പല പല പാറ്റേൺസ് എല്ലാം കിട്ടും പല റേഞ്ചിന്. കാന്ത വർക്കിൻ്റെ പലാസോ, പിന്നെ ചിക്കൻ കാരിയുടെ ടോപ്സ്, കുർത്തീസ്. ഒറിജിനൽ. അതെ ഒറിജിനൽ. ഇത് പറയുന്നത് ഇതിനകത്തൊരു ഇന്നർ ഇട്ടിട്ട് ഇടാൻ പറ്റുന്ന ഒറിജിനലാട്ടോ ഇതെല്ലാം. ചിക്കൻ കാരി വർക്ക്, ഇങ്ങനത്തെ കുറേ കുർത്തീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പലാസോസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ. നൈസ്. എന്തായാലും ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ആകാശവാണി എത്തണ്ട, വഴുതക്കാട് വന്നിട്ട് ആകാശവാണിക്ക് മുന്നേ അല്ലേ? കറക്റ്റ് പറയാനാണ്. അതായത് വഴുതക്കാട് നിന്ന് ആകാശവാണി റോഡ്, ആകാശവാണി എത്തുന്നതിന് തൊട്ട് മുന്നേ, ദാറ്റ് ഇസ് റൈറ്റ് സൈഡ്. ജനയുഗം പത്ര ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 3 നില ബിൽഡിംഗ് ഉണ്ടായില്ല. 2nd ഫ്ലോറാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ട് മുകളിൽ. DPI ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അതെ, DPI ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായാലും ഇത് ഓർത്താൽ മതി. ഈ റോഡാണ് ആകാശവാണി റോഡ്, വഴുതക്കാട് ടു DPI ജംഗ്ഷനിൽ പോകുന്ന റോഡ്. ബിഫോർ ആകാശവാണിയാണ് വഴുതക്കാട് നിന്ന് വന്നാൽ. DPI വരികയാണെങ്കിൽ ആകാശവാണി കഴിഞ്ഞിട്ട് ജനയുഗം ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് 3 നില ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോർ. കാണുമ്പോൾ അറിയാം അവരുടെ ഒരു എന്താ പറയുക, കയറി വരുന്ന എൻട്രൻസ് ഒരു കുട്ടിയമ്പലം മാതിരി അല്ലേ? ട്രഡീഷണൽ ചെടികളൊക്കെ വെച്ചിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് വേറൊരു എൻട്രൻസ് ഉണ്ട് അവർക്ക്, നേരെ താഴേക്ക് പോകുന്നത്. ഞാൻ തിരിച്ച് മറ്റേ സൈഡ് ആ കുട്ടിയമ്പലം കണ്ട ആ ഒരു വകയിൽ കയറി വന്നതാണ്. റൂറൽ ബീറ്റ്സ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇതൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സംരംഭമാണ്. അദ്ദേഹവും ഇവിടെ വേറൊരാളുണ്ട്. ദേ ആർ ദ പാർട്ട്നേഴ്സ്. ഷീ ഈസ് ദ പാർട്ട്ണർ. അതിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പേരെന്തായിരുന്നു? അപർണയും കൂടിയാണ്. അപർണയാണ് ഇവിടെ എപ്പോഴും സ്റ്റോർ നോക്കുന്നത്. ശ്രീജിത്ത് എപ്പോഴും യാത്രയിലായിരിക്കും, ഇങ്ങനെ ഓരോരോ സ്റ്റേറ്റിൽ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യം. അപ്പോൾ കുറേ നാൾ മുന്നേ ശ്രീജിത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് മാം, എപ്പോഴെങ്കിലും വരൂ. എനിക്കിപ്പോഴാണ് സമയമായത്, അല്ലെങ്കിൽ ഇത് പക്ഷേ എനിക്കൊരു ഭയങ്കര മിസ്സായിരുന്നു കേട്ടോ. ഇത്ര നാൾ വരാത്ത എന്താണെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഡോണ്ട് മിസ് ദിസ് പ്ലീസ്, ഡെഫിനറ്റ്ലി വന്നു പോകണം. എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആർട്ടിക്കിൾസ് ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഹൗസ് വാമിങ്, വെഡ്ഡിങ്സ്, എന്തിനാണെങ്കിലും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനും വീട് ഡെക്കോർ ചെയ്യുന്നതിനും, റിനോവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും പുതിയ വീട് വയ്ക്കുകയാണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. വെരി റീസണബിൾ റേറ്റ്. അതാണ് എനിക്ക് തോന്നിയത്, നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നു. ഏകദേശം 4:30 ഞാനിവിടെ കയറി. ഇപ്പം 6:30 മണി കഴിഞ്ഞു, സന്ധ്യയായി. എത്ര സമയം, 2 മണിക്കൂർ കൂടുതൽ സ്പെൻഡ് ചെയ്തു, എന്നിട്ടും മതിയായിട്ടില്ല. എക്സലൻറ്റ് കളക്ഷൻ. പോയിട്ട് വരാം. ഓക്കെ. റൂറൽ